Hi all, welcome back to another interesting session with English Ladder. So, ഇന്ന് നമ്മൾ സിറ്റുവേഷണൽ ലാംഗ്വേജ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോവാണ്. സോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ the first and foremost thing that we have to do is book an appointment. സോ നമുക്ക് ഫസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഇങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. The first thing you do is call the doctor's office and take an appointment. So, first phrase is, I need to book an appointment with Dr. Benjamin. I need to book an appointment with Dr. Benjamin. So, അവർ ചോദിക്കും മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ, സെയിം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. സോ അത് അവരെങ്ങനെയാണ് ചോദിക്കുക? Have you been in to see Dr. Benjamin before? Have you been in to see Dr. Benjamin before? മുന്നേ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? And if you have, you can say yes, and if you haven't, you can say no to it. എങ്ങനെ പറയാം? No, I haven't എന്ന് പറയാം. ഇല്ലെങ്കിൽ if you have consulted, you can say yes, I have. Yes, I have consulted him before. So next അവരെന്താ ചോദിക്കുക? എന്താണ് നിങ്ങളുടെ ഇഷ്യൂ, എന്താണ് നമ്മുടെ അസുഖം എന്ന് ചോദിക്കും. So they may ask it this way, what are you suffering from? What are you suffering from? And you can reply to that with, my skin allergy is getting worse. എൻ്റെ സ്കിൻ അലർജി കൂടി വരാണ്. My skin allergy is getting worse. Or you can say, I have a bad headache. I have a bad headache. Or you can say, I've been having trouble sleeping. I have been having trouble sleeping. ഉറങ്ങാൻ പറ്റുന്നില്ല. All right. And they may say, sorry to hear that. Sorry to hear that. And they may ask you, ഏത് ടൈമിലേക്കാണ് അപ്പോയിൻമെൻറ്റ് വേണ്ടതെന്ന്. So, slots available അനുസരിച്ചായിരിക്കും ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക. So, they may ask, there is a slot available at 10 a.m. tomorrow. Would you like to come in? There is a slot available at 10 a.m. നാളെ 10 o'clock ഒരു സ്ലോട്ട് അവൈലബിൾ ആണ്. ആ സമയത്ത് വരാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല, ആ സമയത്ത് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ സേ, സോറി, ഐ മേ നോട്ട് ബി ഏബിൾ ടു കം ഇൻ അറ്റ് ദാറ്റ് ടൈം. Is there any other slot available? Is there any other slot available? വേറെ ഏതെങ്കിലും സ്ലോട്ട്സ് അവൈലബിൾ ആണോ? Is there any other slot available? അപ്പോൾ they may say, there is an 8 o'clock slot available. Would you like to come in? Okay, 8 o'clock ഒരു സ്ലോട്ട് അവൈലബിൾ ആണ്, ആ സമയത്ത് വരാമോ എന്നുള്ളത്. സോ 8 o'clock നമുക്ക് കംഫർട്ടബിൾ ആണ്, ആ ടൈമിൽ പോകാൻ പറ്റും. സോ യു ക്യാൻ സേ, യെസ്, ഐ വുഡ് ലൈക്ക് ടു കം ഇൻ. യെസ്, ഐ വുഡ് ലൈക്ക് ടു കം ഇൻ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് ദേ മേ സേ, സീ യു. സോ നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ പോയി കാണുക എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ ആ ടൈമിൽ ഡോക്ടറെ പോയി കാണുക. ആൻഡ് അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, ദ ഡോക്ടർ മേ ആസ്ക് യു, വാട്ട്സ് ദ മാറ്റർ? എന്താണ് അസുഖം, എന്താണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, വാട്ട്സ് ദ മാറ്റർ? ആൻഡ് യു ക്യാൻ റിപ്ലൈ വിത്ത് വാട്ട് എവർ യുവർ പ്രോബ്ലം ഇസ്. ഫോർ എക്സാമ്പിൾ, മൈ ഐസ് ഹാവ് ബീൻ ഇച്ചിങ്. മൈ ഐസ് ഹാവ് ബീൻ ഇച്ചിങ്. എൻ്റെ കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർ യു ക്യാൻ സേ, ഐ ഹവ് ബീൻ ഹാവിങ് എ ഹെഡേക്ക്. ഐ ഹവ് ബീൻ ഹാവിങ് എ ഹെഡേക്ക്. എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്. ഐ ഹവ് ബീൻ ഹാവിങ് ട്രബിൾ സ്ലീപ്പിംഗ്. ഐ ഹവ് ബീൻ ഹാവിങ് ട്രബിൾ സ്ലീപ്പിംഗ്. ഉറങ്ങാൻ കഴിയുന്നില്ല. മൈ ജോയിൻസ് ആർ ഏക്കിങ്. എൻ്റെ ജോയിൻസ് ഭയങ്കര വേദനയുണ്ട് എന്നാണ്. മൈ ജോയിൻസ് ആർ ഏക്കിങ്. സോ നമ്മൾ സിംറ്റംസ് നമ്മൾ ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം ഡോക്ടർ ഇങ്ങനെ ചോദിക്കും, ഹൗ ലോങ് ഹാവ് യു ബീൻ ഹാവിങ് ദീസ് സിംറ്റംസ്? ഓർ ഹൗ ലോങ് ഹാവ് യു ബീൻ ഫീലിംഗ് ദിസ് വേ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഫീലിംഗ് ദിസ് വേ? എത്ര നാളായിട്ട് ഇതുണ്ട്, ഈ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് ചോദിക്കും. ഹൗ ലോങ് ഹാവ് യു ബീൻ ഫീലിംഗ് ദിസ് വേ? സോ യു ക്യാൻ റിപ്ലൈ, about 2 weeks now, about 2 days now, or about 5 days now. സോ അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇപ്പം ബാക്ക് ഏക്ക് ആണ്, ഹെഡ് ഏക്ക് ആണ്, മേ ബി ഐസ് ഇച്ച് ചെയ്യുന്നു, എന്താണെങ്കിലും ഡോക്ടർ ചോദിക്കും, ഫസ്റ്റ് ടൈം ആണോ ഇത് ഫീൽ ചെയ്യുന്നത്? സോ ഹി മേ ആസ്ക്, ഈസ് ദിസ് ദ ഫസ്റ്റ് ടൈം യു ഹാവ് ബീൻ ഫീലിംഗ് ദിസ് വേ? ഈസ് ദിസ് ദ ഫസ്റ്റ് ടൈം യു ഹാവ് ബീൻ ഫീലിംഗ് ദിസ് വേ? And you can reply with a yes or no. And then he may proceed with his next question. How severe is the pain? How severe is the pain? കാഠിന്യം എത്രയുണ്ടെന്ന്, പെയിനിൻ്റെ കാഠിന്യം എത്രയുണ്ട്, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം. സോ ഹി മേ ആസ്ക്, ഹൗ സിവിയർ ഇസ് ദ പെയിൻ? ആർ യു ഏബിൾ ടു സ്ലീപ്പ്? ആർ യു ഏബിൾ ടു സ്ലീപ്പ്? ഉറങ്ങാൻ പറ്റാത്ത പെയിനൊക്കെ ആണെങ്കിൽ ഭയങ്കര സിവിയർ ആണ് എന്നുള്ളൊരു രീതിക്കാണ് അവരത് മെഷർ ചെയ്യുന്നത്. സോ ഹൗ സിവിയർ ഇസ് ദ പെയിൻ? So at this point, doctor diagnose ചെയ്യും. He may prescribe you some medicines or further treatment.
ഇപ്പോൾ കറൻ്റ്ലി എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് ചോദിക്കാം. സോ ഹി മേ ആസ്ക്, are you currently taking any other medications? Are you currently taking any other medications? And you can say yes or no to that question too. And another question he may ask is, are you allergic to any medicines? ഏതെങ്കിലും മെഡിസിനോട് അലർജി ഉണ്ടോ എന്നുള്ള കാര്യം. So you can say yes or no to that too. And he may hand you the prescription note. And along with the medicine, he may also give you some instructions how to take these medicines. So he may say, I am prescribing you some antibiotics. So take 2 tablets 3 times a day. Take 2 tablets 3 times a day and don't stop your course in between. Course ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് ടൈം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു യൂസ് ഇറ്റ്. താങ്ക് യു ആൻഡ് ബൈ.